കടം തീരാത്തതിന്റെ യഥാർത്ഥ കാരണം മനസ്സിലായി. പക്ഷെ ഇനി എന്ത്? എങ്ങനെ ഇതിൽ നിന്ന് പുറത്തു വരും? ഈ രണ്ട് ചോദ്യങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എനിക്ക് ഏറ്റവും കൂടുതൽ വന്നത്. അതിനുള്ള ഒരു മറുപടിയാണ് ഈ വീഡിയോ. കഴിഞ്ഞ ദിവസം കടം തീരാത്തതിന്റെ യഥാർത്ഥ കാരണം എന്നൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. 1,00,000-ലധികം ആളുകളാണ് ആ വീഡിയോ കണ്ടത്. അത്രയും മെസ്സേജസ് എനിക്ക് വന്നിരുന്നു. എല്ലാവർക്കും അറിയേണ്ടത് ഈ ഒരു ചോദ്യങ്ങൾ മാത്രം. അപ്പൊ ഞാൻ കരുതി എല്ലാവർക്കും വേണ്ടി കോമൺ ആയിട്ട് ഇതൊരു വീഡിയോ ഒക്കെ ചെയ്യാമെന്ന്. ഒരു കാര്യം ആദ്യം തന്നെ പറയട്ടെ, ഇതൊരു സാധാരണ വീഡിയോ അല്ല. ഞാനിത് പറയാൻ കാരണം എല്ലാവരുടെയും പ്രശ്നങ്ങൾ പലതരത്തിലാണ്. പക്ഷെ ഏത് പ്രശ്നത്തിൽ നിൽക്കുന്ന ഒരാൾക്കും ചെയ്യാൻ പറ്റുന്ന 6 സ്റ്റെപ്പുകളുള്ള ഒരു പ്രോസസ് ആയിട്ടാണ് ഞാൻ ഇപ്പൊ വന്നിരിക്കുന്നത്. ഈ ഒരു 6 പ്രോസസ്സിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ വ്യക്തത കിട്ടും, കാഴ്ചപ്പാടുകൾ മാറാൻ തുടങ്ങും, മികച്ച തീരുമാനങ്ങളും നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയേക്കും. മാറ്റം വരണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം ഈ 6 സ്റ്റെപ്പും നിങ്ങൾക്ക് എന്റെ കൂടെ ചെയ്യാം. കൃത്യമായി അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും ഞാൻ ഇപ്പോൾ പറഞ്ഞു തരും. അതുകൊണ്ട് തന്നെ വീഡിയോ പൂർണ്ണമായും കാണുക. അതുകൊണ്ട് ഒട്ടും വൈകിക്കേണ്ട, ഇപ്പൊ തന്നെ നേരിട്ട് തന്നെ പ്രോസസ്സിലേക്ക് കടക്കാം. ഇനി ആരെങ്കിലും കടം തീരാത്തതിന്റെ യഥാർത്ഥ കാരണം എന്നുള്ള വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും അത് തന്നെ ആദ്യം പോയി കാണുക. കാരണം യഥാർത്ഥ കാരണം മനസ്സിലാകാതെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഉപകാരം ഉണ്ടാവില്ല. സ്റ്റെപ്പ് നമ്പർ 1, പോസ്. അടുത്ത 24 മണിക്കൂറത്തേക്ക് വലിയ തീരുമാനങ്ങൾ ഒന്നും നിങ്ങൾ എടുക്കരുത്. വലിയ തീരുമാനങ്ങൾ, അത് ലോൺ എടുക്കുന്ന കാര്യമാവാം, ബിസിനസ് നിർത്തുന്ന കാര്യമാകാം, ഒരു ജോലി നിർത്തുന്ന കാര്യമാകാം. അങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്കുള്ള വലിയ വലിയ തീരുമാനങ്ങളൊന്നും അടുത്ത 24 മണിക്കൂറത്തേക്ക് നിങ്ങൾ എടുക്കരുത്. കാരണം ഇപ്പോൾ തീരുമാനം എടുക്കേണ്ട സമയമല്ല. ഇപ്പോൾ നമ്മളൊരു നിരീക്ഷണത്തിലുള്ള ടൈമാണ്. അതായത് നമ്മൾ ഒബ്സർവേഷൻ ടൈം എന്ന് പറയാം. നമ്മളിപ്പോ ഒരു ഒബ്സർവേഷൻ മോഡിലാണ്. അടുത്ത സ്റ്റെപ്പ് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. ഓക്കെ, ആദ്യം തന്നെ ബുക്കും പെന്നും എടുക്കുക. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നോട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. സ്റ്റെപ്പ് നമ്പർ 2 മുതൽ യഥാർത്ഥമായ പ്രാക്ടിക്കൽ സ്റ്റെപ്പിലേക്കാണ് നമ്മൾ പോകുന്നത്. സ്റ്റെപ്പ് നമ്പർ 2, നമ്മുടെ ഉള്ളിൽ ഇപ്പോൾ ഒരുപാട് വികാരങ്ങളുണ്ട്. ഭയം, ടെൻഷൻ, സ്ട്രെസ്, നാണക്കേട്, കുറ്റബോധം, പ്രതീക്ഷയില്ലായ്മ, നിസ്സഹായാവസ്ഥ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിരാശ, സങ്കടം, അങ്ങനെ നിങ്ങൾക്ക് മനസ്സിൽ വരുന്ന എല്ലാ വികാരങ്ങളും ഇപ്പോ ഈ പേജിൽ നോട്ട് ചെയ്യണം. അതായത് നിങ്ങളുടെ വികാരങ്ങൾ, ഫീലിങ്സ്, നിങ്ങൾക്ക് ഇപ്പോഴുള്ള ഈ തീരുമാനങ്ങൾ എടുക്കാനുള്ളതും ഈ കടത്തെ കുറിച്ചിട്ടുള്ള എല്ലാ ഫീലിങ്സും നിങ്ങൾക്ക് എഴുതാം. സ്റ്റെപ്പ് നമ്പർ 3 എന്ന് പറയുന്നത് ഇപ്പോഴത്തെ നിങ്ങളുടെ യഥാർത്ഥ പ്രശ്നം എന്താണ്. ഇപ്പോഴുള്ള യഥാർത്ഥ പ്രശ്നങ്ങൾ മാത്രം എഴുതുക ഈ കോളത്തിലോ പുതിയ പേജിലോ നിങ്ങൾക്ക് എഴുതാം. ഉദാഹരണത്തിന് EMI അടയ്ക്കാൻ പണമില്ല, ഇൻകം കുറഞ്ഞു, ജോലി പോയി, അല്ലെങ്കിൽ ജോലി ഇല്ല, വർക്കില്ല, ക്ലയന്റ് ഇല്ല. ഇതൊക്കെയാണ് യഥാർത്ഥ പ്രശ്നങ്ങൾ. ഈ പ്രശ്നങ്ങൾ മാത്രം നിങ്ങൾ ഈ പേജിൽ എഴുതിയാൽ മതി, അല്ലെങ്കിൽ ഈ കോളത്തിൽ എഴുതിയാൽ മതി. സ്റ്റെപ്പ് നമ്പർ 4, നിങ്ങളുടെ ചിന്തകളാണ് എഴുതേണ്ടത്. അതായത് ഇതൊക്കെയാണ് നമ്മുടെ പ്രശ്നമെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങളുടെ ചിന്തകളായിട്ട് വരുന്നത്. എന്നെ കൊണ്ടൊന്നും അടയ്ക്കാൻ സാധിക്കുന്നില്ലല്ലോ, മറ്റുള്ളവരെന്ത് കരുതും, ഞാൻ രക്ഷപ്പെടില്ലേ, എല്ലാം തീരുവാണോ, ഞാൻ എത്ര കഷ്ടപ്പെട്ടതാണോ, ഒന്നും നടക്കുന്നില്ലല്ലോ. ഇതെല്ലാമാണ് ചിന്തകൾ. ഈ ചിന്തകൾ നിങ്ങൾ ഈ ഒരു കോളത്തിലോ അല്ലെങ്കിൽ ഈ ഒരു പേജിലോ എഴുതുക. ഇനി സ്റ്റെപ്പ് നമ്പർ 5 വളരെ ഇമ്പോർട്ടന്റ് ആണ്. ശരിക്കും നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അതായത് ഈ ഒരു പ്രശ്നത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളുടെ പ്രവർത്തികൾ എന്തൊക്കെയാണ്? അതായത് വല്ലാതെ ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്, സാഡായിട്ടിരിക്കുന്നുണ്ട്, എഴുന്നേക്കാൻ മടിയാവുന്നുണ്ട്, രാവിലെ എഴുന്നേക്കാൻ തോന്നുന്നില്ല, മടി കൂടുന്നുണ്ട്, ആരോടും സംസാരിക്കാനേ തോന്നുന്നില്ല, അല്ലെങ്കിൽ വീണ്ടും പുതിയ ലോൺ അന്വേഷിക്കുന്നുണ്ട്, അതും എല്ലാം ഒഴിവാക്കുകയാണ്. അങ്ങനെ എന്ത് പ്രവർത്തികളാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ നിങ്ങൾ ചെയ്യുന്നത്? ഇതാണ് ഈ 5ാമത്തെ പേജിലോ അല്ലെങ്കിൽ 5ാമത്തെ സ്റ്റെപ്പായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ഈ 5 സ്റ്റെപ്പ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങളെ കുറിച്ച് അത്യാവശ്യം നല്ല ധാരണ വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഉള്ളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന്. ഇതൊക്കെ നമുക്ക് അറിയാമെങ്കിലും ബുക്കിൽ എഴുതുമ്പോൾ നമുക്ക് ഇവരൊക്കെ നേരിട്ട് കാണാം. 6ാമത്തെ സ്റ്റെപ്പ് 2 സ്റ്റെപ്പ് ഉണ്ട്. നമ്മളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ ശക്തമാക്കുന്ന എന്ത് കാര്യമാണ് നമ്മൾ ചെയ്യുന്നത് അതെഴുതുക. ഇനി അടുത്തത്, ഈ ലൂപ്പിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ, ഈ മാനസികാവസ്ഥയിൽ നിന്ന് നമ്മൾക്ക് പുറത്തു വരാൻ സാധിക്കുമെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും ചെറിയ കാര്യം എന്താണ്, അതുകൂടി എഴുതാം. അത് ഒരെണ്ണം ആവാം, ഒന്നിൽ കൂടുതലൊക്കെ ആവാം കേട്ടോ. ഈ എക്സസൈസ് നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ
നിങ്ങളുടെ പ്രശ്നത്തെ, നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളെ നിങ്ങൾ നേരിട്ട് പുറത്തുനിന്ന് കാണാൻ സാധിക്കും. അവിടെയാണ് മാറ്റത്തിന്റെ തുടക്കം. ഇത് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതൊരു ഡോക്യുമെന്റ് ആക്കിയിട്ടുണ്ട്. ആ ഡോക്യുമെന്റിന്റെ ലിങ്ക് ഞാൻ കമന്റിൽ കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് കമന്റിലുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്ത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പേപ്പറിലോ എഴുതിയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനി നിങ്ങൾക്ക് ഇതൊന്നും ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഇനി എന്ത് ചെയ്യണം എന്നൊന്നും അറിയില്ല എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും എന്നെ കോൺടാക്ട് ചെയ്യാം. എനിക്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. നിങ്ങൾ നിങ്ങളുടെ പ്രശ്നത്തെ, നിങ്ങളുടെ ലൂപ്പിനെ വ്യക്തമായി കാണുന്ന ആ നിമിഷം മുതൽ നിങ്ങളിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങും. അവിടെ നിന്നാണ് ശരിയായ തീരുമാനങ്ങൾ ഉണ്ടാകുന്നത്. താങ്ക് യു.